ഹലോ ഫാമിലി, ഞാനിപ്പോൾ കാറിലിരുന്ന് എന്താണ് ഈ വീഡിയോ എന്നല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് നമ്മളെല്ലാവരും തുടങ്ങിയില്ലേ, പലർക്കും യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നതോ വീഡിയോ ഇടുന്നതോ എനിക്ക് അറിയത്തില്ല, എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് സാധാരണ ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇത്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള രീതികളൊന്നുമല്ല. ഞാൻ എന്താണോ ചെയ്തിടുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ അയ്യോ അതൊക്കെ പറഞ്ഞു തന്നാൽ അവർ നന്നായി പോയാൽ അങ്ങനെയൊന്നും എനിക്കില്ല. നമ്മൾ ഒരു 10 പേര് ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ ഇട്ട് ഏതെങ്കിലും രീതിയിൽ ചെറിയ വരുമാനം കിട്ടണമെങ്കിൽ ആ 10 കുടുംബവും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇടുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്, അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ സ്ക്രീനിൽ കൂടി കണ്ട് കാണിച്ച് എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിയത്തില്ലടാ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, സാധാരണ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചോട്ടോ. എന്റെ ഫോൺ താഴെ പോയി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പൊ ഞാനത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ സൂം ചെയ്തോ അല്ലെങ്കിൽ ഫോൺ ഒന്ന് ടിവിയിലേക്ക് കണക്ട് ചെയ്താൽ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അപ്പൊ ഇനി നിങ്ങൾ വീഡിയോ കണ്ടോ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഫോണിൽ അപ്ലോഡ് ചെയ്യണത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കുറവുണ്ടാകും. എന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ആപ്പാണ് YT സ്റ്റുഡിയോ. നിങ്ങൾക്കിവിടെ കാണാമല്ലോ, YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല, ഫോൺ നേരെ പിടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ഇത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുവാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഒരുപാട് വ്യൂ അങ്ങ് കിട്ടും ഇതുപോലെ ചെയ്താൽ, അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളായിട്ടില്ല. അവനവൻ്റെ ഭാഗ്യം അവനവൻ്റെ തലവരെയും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പൊങ്ങിപ്പോരുന്നേ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ യൂട്യൂബ് എടുത്തു, യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ പേജാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ താഴെ തണ്ട് ഒരു പ്ലസ് ചിഹ്നം കാണാം, ഇവിടെ ഹോം കാണാം, ഷോർട്സ് കാണാം, ഒരു പ്ലസ് ചിഹ്നം കാണാം, സബ്സ്ക്രിപ്ഷൻ കാണാം, പിന്നെ യു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ തന്നെ ചാനൽ. അപ്പോൾ നേരെ ചെയ്യേണ്ടത് പ്ലസ് എടുക്കുക. പ്ലസ് എടുക്കുമ്പോൾ ഈ സൈഡിൽ വീഡിയോ കാണാം, ഷോർട്ട് കാണാം, ലൈവ് കാണാം, പോസ്റ്റ് കാണാം. നമ്മൾ ഷോർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട് ക്ലിക്ക് ചെയ്തു. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിനി ഷോർട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അവിടെ നിന്ന് ഗാലറിയിൽ നിന്ന് എടുക്കണം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തു വെച്ചിട്ടില്ല, എന്നാൽ പോലും ചെറിയ ഷോട്ടും വലിയ ഷോട്ടും ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റിൻ്റെ ഷോട്ടും 60 സെക്കൻഡിൻ്റെ ഷോട്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ചുമ്മാ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ജിമ്മിൽ പോണേക്ക് മുമ്പ് എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസാണ്. ഇത് 18 സെക്കൻഡിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, 3 മിനിറ്റിൻ്റെ വരെ നമുക്ക് ആഡ് ചെയ്യാം. 18 സെക്കൻഡ്, അതായത് 60 സെക്കൻഡിന് ഏകദേശം 59 സെക്കൻഡ് വരെയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, 15 സെക്കൻഡ്, മിനിമം 15 സെക്കൻഡുള്ള ഷോർട്സ് എങ്കിലും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഡൺ കൊടുത്തു. ഓക്കെ, ഡൺ കൊടുത്തു. ഇതിനിപ്പോൾ നമുക്കൊരു മ്യൂസിക് കൊടുക്കണം. അപ്പം മേളിൽ കണ്ടോ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആഡ് സൗണ്ട് സെലക്ട് ചെയ്യുക. ആഡ് സൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇത് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, കുറേ നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ഷോർട്സ്. നമ്മൾ ഇവിടെ എപ്പോഴും നോക്കുമ്പോൾ യഷ്ന എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൻ്റെ കൊടുത്തപ്പോൾ അത് 4000 സംതിങ് ഷോർട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ NSOlla എന്ന് പറഞ്ഞിട്ട് താഴെ കണ്ടു, അത് 2 ലക്ഷം. അത് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരുപാട് ലക്ഷം ഷോർട്സ് ഇപ്പോൾ നങ്കൂരമാതില്ലേ, അതിൻ്റെ 12 ലക്ഷം ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പാട്ട് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മളെ കയറ്റി കൊണ്ടുവരും. അല്ല നമുക്കതൊന്നും വേണ്ട, നമുക്കൊരു ഡയലോഗ് മതി എന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഡയലോഗ്. ഇതിപ്പോൾ ഞാൻ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളതുണ്ട്, അത് സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ കുറേ വട്ടം ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് സെലക്ട് ചെയ്യണ കാണിച്ചിരുന്നത്. സെർച്ച് ഞാൻ കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇതളെ കണ്ടോ, ഇതളെ എന്ന് പറഞ്ഞിട്ട് ഒരു തുടങ്ങണ സോങ് എനിക്കറിയാം എന്ന് കരുതുക. ഇതളെ നീ, അത് വന്നിട്ടുണ്ട്. അപ്പോൾ സെർച്ച് കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഇതളെ നീ എന്ന് പറഞ്ഞത് 10K ഷോർട്സ് ഉണ്ട്.
അപ്പം ഞാനിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്സ് ചെയ്തിരിക്കുന്നതാണ് ഇതളെ നീ. അത് ഒരുപാട് പേര് പല ഇതളെ നീ ചെയ്തിട്ടുണ്ട്, കണ്ട 222 ഷോർട്സ് ചെയ്തതുണ്ട്. ഞാനപ്പോൾ ഡയറക്റ്റ് ഏറ്റവും കൂടുതൽ ഷോർട്സ് ചെയ്തത്. അങ്ങനെ എടുത്താൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷോർട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ് അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. ഒരുപാട് ഇപ്പോൾ 10K എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഷോർട്സ് അത് ചെയ്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. അപ്പം ഞാൻ ഈ സോങ് അങ്ങ് സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തു, ഇവിടെ ടിക്ക് ചെയ്തു. എൻ്റെ മോന്ത കണ്ടോ അപ്പോൾ ഈ പാട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടിച്ചു. പിന്നെ ഇവിടെ കണ്ട ഒരു പെൻസിൽ പോലെ, നമ്മുടെ ഫോട്ടോൻ്റെ അവിടെ ഒരു പെൻസിൽ പോലത്തേത്. അതായത് നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ, നമ്മൾ ഒരു യൂട്യൂബ് തുറക്കുമ്പോൾ എന്ത് കണ്ടിട്ടായിരിക്കും നമ്മൾ ചില ആൾക്കാർ ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. ഏത് ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാചകമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തലയും കുത്തി വീഴുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള നിങ്ങൾ ചിന്തിക്കുക ഏത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പേന കണ്ടോ, ഒരു പെൻസിൽ പോലത്തെ കണ്ടോ ഫോട്ടോൻ്റെ, അതങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതെങ്ങനെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുവാണ്, ഈ ഫോട്ടോനേക്കാളും നല്ലത് ഇത് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരുമ്പോൾ വേറെ ഫോട്ടോ വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇങ്ങനെ തല ചരിച്ചുള്ള ഫോട്ടോ അവിടെ വെച്ച് ഞാൻ നിർത്തി. അപ്പോൾ ഈ ഫോട്ടോ ഒരിക്കൽ എൻ്റെ കവർ ഫോട്ടോ ആയിട്ട് വരുന്നത്. അപ്പോൾ മേളിലൊരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ടിക്ക് ചെയ്തു, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഇനി ഒരു ക്യാപ്ഷൻ വേണം. അപ്പം ഞാൻ എഴുതാൻ പോകുന്നത് ജിമ്മിൽ പോയാലും സെൽഫി മുഖ്യം പികിലേ. അത് നമ്മളുടെ ഒരു ഇതാണ്. നമ്മളൊരു ക്യാപ്ഷൻ ഇടുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ധാരണ ഈ ക്യാപ്ഷൻ കണ്ടാൽ തുറക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ഷോർട്സ് ഓപ്പൺ ചെയ്യുന്നത്, എന്തൊക്കെ ക്യാപ്ഷൻ കാണുമ്പോഴാണ്. അതിലൊരു എത്തിക്സ് വേണം എന്നുള്ളതാണ്. ചിലർ ക്യാപ്ഷൻ വേറെ ഇരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാക്സിമം ഷോർട്ടായിട്ടുള്ള ക്യാപ്ഷൻ ഷോർട്സിൽ കൊടുക്കുക. കാരണം നമ്മൾ ചിന്തിക്കേണ്ട, യൂട്യൂബ് തുറക്കണ സമയത്ത് നമ്മൾ ഇത്രയും എഴുതി കൂട്ടിയാലും നമ്മൾ വേറൊരാളുടെ വീഡിയോ കണ്ടു വെക്കുക, ഒരു ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലൈനിൽ നമുക്കൊരു ഈ കാഴ്ചക്കാർ അല്ലെങ്കിൽ ഈ യൂട്യൂബ് തുറക്കുന്ന ആൾക്കാരെ ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കണം. ഇത് ഞാൻ വലിയ സംഭവമായിട്ട് എഴുതിയ ക്യാപ്ഷനൊന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ഹാഷ്ടാഗ് കൊടുക്കണോ? കോമൺ ആയിട്ടുള്ള ഹാഷ്ടാഗുകളുണ്ട്. അതെ, നമ്മൾ ഹാഷ്ടാഗ് സെലക്ട് ചെയ്തു, കണ്ടല്ലോ. ഇവിടെ ട്രെൻഡിങ് തമിഴ് ഒക്കെ വന്നിട്ടുണ്ട്. ട്രെൻഡിങ് ഒക്കെ നമുക്ക് ചെയ്യാം, കാരണം അത് കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ജിമ്മാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണോ നമ്മളുടെ കണ്ടന്റ് അതിൻ്റെ ഒരു ഹാഷ്ടാഗ് കൊടുക്കുന്നത് നല്ലതാണ്. അതെ, ജിം നോക്കിയപ്പോൾ എന്താണ്, ജിം മോട്ടിവേഷൻ ഉണ്ട്, ജിം ലൈഫ് ഉണ്ട്. നോക്കുമ്പോൾ ജിം എന്ന് പറഞ്ഞ ഇതിന് 1.3 കോടി വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ ഹാഷ്ടാഗ്, എത്രയോ ലക്ഷങ്ങൾ ഹാഷ്ടാഗ് ചെയ്തത് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ജിമ്മ് സെലക്ട് ചെയ്തു. ഇനി സോങ് എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അടുത്ത ഹാഷ്ടാഗ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, മ്യൂസിക് സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ജിം എൻ്റെ കണ്ടന്റ് ആണ്. മ്യൂസിക് അല്ലെങ്കിൽ ഷോർട്ട് ഫീഡ് അങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുപോയി ഒരുപാട് ഹാഷ്ടാഗ് കുത്തിത്തിറക്കണമെന്നില്ല. ഇനി അടുത്തത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഷോർട്ടാണ്. ഷോർട്സ് ഫീഡോ അല്ലെങ്കിൽ ഷോർട്സോ, അതെ കണ്ടോ, ഷോർട്സ് വീഡിയോ, ഷോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്സ് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഒരു 2-3 ഹാഷ്ടാഗ് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ കാണാം, ക്രിസ്റ്റൽ ബൈ സാറ എൻ്റെ പേരാണ്. വിസിബിലിറ്റി ആണ് ഇനി എടുക്കേണ്ടത്. വിസിബിലിറ്റി എടുത്ത് നിങ്ങൾക്ക് ഇപ്പം തന്നെ വലിയ സമയമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇവിടെ പബ്ലിക് സെലക്ട് ചെയ്യാം, കാണാലോ. പിന്നെ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അൺലിസ്റ്റ് ചെയ്യൽ ഭയങ്കര കുറവാണ്. പബ്ലിക് അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റിൽ ഷെഡ്യൂൾ ചെയ്തിടും. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനല്ല പോകുന്നത്. പബ്ലിക് ഞാൻ സെലക്ട് ചെയ്തില്ല. ഞാൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഷെഡ്യൂളാണ് സെലക്ട് ചെയ്തത്. ഷെഡ്യൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഡേറ്റ്, കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കൃത്യമായ സമയമുണ്ട്. എനിക്ക് ഏകദേശം 22-ാം തീയതി വരെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ 23-ാം തീയതി സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. 1:30 എൻ്റെ ഷോർട്സിൻ്റെ സമയമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സമയം കൊടുത്തു, ഓക്കെ ചെയ്തു, കേട്ടല്ലോ. അപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടു.
പക്ഷെ പബ്ലിക് ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ അത് ഓരോരോ ഇഷ്ടമാണ്, വേണമെങ്കിൽ അൺലിസ്റ്റ് ആക്കിയിടാം. അത് ഞാൻ പക്ഷെ പബ്ലിക് ആക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിനി 23-ാം തീയതി ഈ ഒരു ഷോട്ട് ഔട്ട് ആവുള്ളൂ. അതെല്ലാം സെറ്റ് ചെയ്തല്ലോ, നമുക്ക് തിരിച്ചു വരാം. ഇനി വേണ്ടത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം സെലക്ട് ചെയ്യും. ചില സമയത്ത് ഞാൻ കേരള സെലക്ട് ചെയ്യാറുണ്ട്. നമ്മളെ എറണാകുളത്തുള്ളവരേക്കും കൂടുതൽ കാണുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തമിഴന്മാർ വരെയൊക്കെ കാണാറുണ്ട്. പിന്നെ നിങ്ങൾ ഓഡിയൻസ് സെറ്റിങ്സിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമേ ഇത് കാണത്തുള്ളൂ. അപ്പോൾ വ്യൂ ഭയങ്കര കുറവായിരിക്കും. അപ്പം നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് വേണം സെലക്ട് ചെയ്ത് എപ്പോഴും ഇടാൻ. അത് സെറ്റിങ്സിൽ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റഡ് വീഡിയോ, അതായത് നമുക്കിതിന് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനപ്പോൾ എന്ത് ചെയ്തു, ജിമ്മിൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടാഗ് പ്രൊഡക്ട്സ് ഞാൻ വിടുവാണ്. അത് കുറച്ച് നിങ്ങളൊരു 10K ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് തൊടണ്ട. അലോ വീഡിയോ ആൻഡ് ഒന്നും വേണ്ട. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് അലോ ചെയ്തേക്കാം. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. പിന്നുള്ളത് ആഡ് പെയ്ഡ് പ്രൊമോഷൻ, നമ്മൾ പ്രൊമോഷൻ തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ വിട്ടേക്കാം. അൾട്ടർനേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അത് നോ ആക്കിയിടണം. അതായത് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്ര ഈ വീഡിയോ കാണുന്ന എന്തായാലും ഒരു സാധാരണക്കാരനായിരിക്കും. അപ്പം നോ എന്ന് പറഞ്ഞത് ചെയ്തിട്ടാൽ മതി. പിന്നെ വരുന്നത് കമൻസ് ഓൺ ആണോ എന്ന് നോക്കണം. കണ്ടല്ലോ, കമൻസ് എപ്പോഴും ഓൺ ആക്കിയിടണം. ഓഫ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞല്ലോ അല്ലേ? ഇത്രയും ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങൾ ജിജോനെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യത്തുള്ളൂ. ഇതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ജിജോ പറഞ്ഞു തരും. അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന രീതി തന്നെയാണ്, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതെയാണ്. ഇനി ഞാൻ അപ്ലോഡ് ഷോട്ട് കൊടുത്തല്ലോ. ഇതിങ്ങനെ അവിടെ അപ്ലോഡിങ് കാണിക്കുവാണ്. എൻ്റെ യുവിൻ്റെ അവിടെ കിടന്ന് കണ്ടോ അപ്ലോഡിങ്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങ് നിർത്തി. ഓക്കെ, അതങ്ങനെ എന്നെ ബാക്ക് അടിക്കില്ല. ഞാൻ ഈ സ്ക്വയറിൽ നേരെ ക്ലോസ് ചെയ്തു. നേരെ ഓടിപ്പോയി ഇപ്പുറത്ത് വന്നു. YT സ്റ്റുഡിയോയിലെത്തി. ഓക്കെ, YT സ്റ്റുഡിയോയിൽ ഇവിടെ ഡാഷ്ബോർഡ് കാണാം, ഇവിടെ കണ്ടന്റ് കാണാം, അനലിറ്റിക്സ് കാണാം, അങ്ങനെ ഏണിങ് എല്ലാം കാണാം. ഇവിടെ കണ്ടന്റ് എടുക്കുക. കണ്ടന്റ് എടുത്ത് കഴിയുമ്പോൾ മേളിൽ കാണാം ഷെഡ്യൂൾഡ്, ടൈപ്പ്, വിസിബിലിറ്റി. ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടതായത് കൊണ്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഷെഡ്യൂൾ എടുക്കുക. ഞാനപ്പോൾ കുറേ സാധനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കാണാൻ പറ്റും. അപ്പോൾ മേളിൽ നോക്കിയേ, നമ്മൾ ഇത് ചെയ്തത് ജിമ്മിൽ പോയാലും അപ്പോൾ അത് അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഈ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ കോപ്പി റൈറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ വരും. ഇതിപ്പോൾ മിക്കവാറും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകാരായിരിക്കും ഇത് കാണുന്നത് തന്നെ. ഇതവിടെ വന്നിട്ടില്ല. നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് ഇവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് ഈ സാധനം അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ 3 കുത്ത് കണ്ടോ, നമ്മളുടെ ഈ ഷോർട്സിൻ്റെ തൊട്ടടുത്ത് 3 കുത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്സിലൂടെ ഒരു കുക്കിംഗ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാവോ, അതേ മൈദപ്പൊടി 1 കിലോ അല്ലെങ്കിൽ ഇത്ര 1 കിലോ അത് എഴുതുക. അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പ്രൈസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ അതവിടെ എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഹാഷ്ടാഗുകളും നമുക്കിവിടെ കൊടുക്കാം. ട്രെൻഡിങ് കൊടുക്കാം. പിന്നെ നമ്മളൊരു യൂട്യൂബറാണ്, സ്വാഭാവികമായിട്ടും യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് കൊടുക്കാം. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് കൊടുക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തതെല്ലാം 1 കോടിക്ക് മേളിൽ ഹാഷ്ടാഗുകൾ ഉള്ളതാണ് കൂടുതലും ഞാൻ സെലക്ട് ചെയ്തത്. ജിമ്മൊക്കെ ഓൾറെഡി അവിടെ കൊടുത്തു. പിന്നെ ഞാൻ കൊടുക്കുന്നത് വൈറൽ ഷോട്ട് എന്ന് പറഞ്ഞത് കൊടുക്കാം, അതും കൊടുത്തു. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വൈറൽ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് വൈറൽ ഷോട്ട് കൊടുത്തു, വൈറൽ ഷോർട്സ് കൊടുത്തു. ഇനിയിപ്പോൾ ഷോർട്ടിൻ്റെ തന്നെ എടുക്കുക, ഷോർട്സ് ഫീഡ് ഉണ്ട്, അത് കൊടുത്തു. ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ, 1 കോടിക്ക് മേളിൽ അല്ലെങ്കിൽ ഒക്കെ ഉള്ളതാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. വേറൊന്നും ഇവിടെ ഞാൻ കൊടുക്കണ്ട. കണ്ടന്റ് എന്താണോ അത് ഞാൻ ഓൾറെഡി ക്യാപ്ഷനിൽ കൊടുത്തു. നിങ്ങൾക്ക് പറ്റുന്ന ഹാഷ്ടാഗുകളൊക്കെ ആദ്യമേ ഇട്ട് പോവുക. വേറെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളുടെ എവിടെയെങ്കിലും നോട്ട് എഴുതിയൊക്കെ ഒന്ന് ഫോണിലുണ്ടെങ്കിൽ അവിടെ കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടന്റ് എന്താണോ അത് മാത്രം ഹാഷ്ടാഗ് കൊടുത്താൽ മതിയാവും. നേരെ ബാക്കിലോട്ട് പോകുന്നു.
ഇനി ഇവിടെ എന്താ ബാക്കിയെല്ലാം 23-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നോ അതൊക്കെ ഉണ്ട് ഇവിടെ. ആഡ് ടു പ്ലേ ലിസ്റ്റ് അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. നോയാണ്. ടാഗ്സ് ആൻഡ് ഷോർട്സ് ഇതങ്ങ് എടുക്കുക. ഇതെടുത്തിട്ട് അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ടിക്ക് വേണ്ട. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ലിങ്ക് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ലിങ്ക് കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടിടും, ഇൻസ്റ്റയിലിടും, ഫേസ്ബുക്കിലിടും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുന്ന വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ടിക്ക് ചെയ്തിട്ടാൽ കിട്ടത്തില്ല. അത് വ്യൂ ആയിട്ട് പോവത്തില്ലത്. അപ്പോൾ ആ വ്യൂവേഴ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടണമെങ്കിൽ, അങ്ങനെ വരുന്ന വ്യൂവേഴ്സിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ ഈ അലോ എംബഡിങ് എന്നുള്ളത് ടിക്ക് ചെയ്യാൻ പാടില്ല. അത് എല്ലാ വീഡിയോ ഇടുമ്പോഴും നമ്മൾ വന്നിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മേളിൽ കണ്ടോ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഹാഷ് കൊടുക്കണോ? ഇവിടെ ഹാഷ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ ചിന്തിക്കുക എൻ്റെ ചാനലിലെ ആൾക്കാർ എങ്ങനെയാണ് സെർച്ച് ചെയ്യാനുള്ള ചാൻസസ്. ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് ക്രിസ്റ്റൽ ബൈ സാറ ഇട്ടിട്ട് കോമ കണ്ടോ, കോമ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരുന്നുണ്ട്. അടുത്തത് സാറ ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെയും ഒരു കോമ ഇട്ടു. പിന്നെ വേണമെങ്കിൽ സാറ ജിം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നെൻ്റെ ഒരു തോന്നലാണ്. അതും ഇട്ട്. ഓക്കെ, അത് നമ്മളാണ് ഒന്ന് നമ്മുടെ ചാനലിലെ പേരിടുക. പിന്നെ നമ്മളെ പേരറിയാവുന്ന ആൾക്കാർ പേര് പോയി സെർച്ച് ചെയ്ത് അത് നമ്മളെപ്പോഴും എല്ലാ വീഡിയോ ഇടുമ്പോൾ ഇടേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ ഇല്ല. പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാറ്റഗറി അതാണ്. കാരണം ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഫുഡ് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഈ പ്ലസ് ഉണ്ട്, പ്ലസിൻ്റെ അവിടെ പോകുമ്പോൾ ഒരുപാട് കാറ്റഗറി കാണാം. ഇതിലൊന്നും നമ്മുടെ കാറ്റഗറി ഇല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് സെലക്ട് ചെയ്താൽ മതി. കമൻറ്റ് സോണാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. ഇത് സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നേരെ വരിക, നേരെ ബാക്കിലേക്ക് വരിക. കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ പുറകിൽ പോയത് മേളിൽ സേവ് ബട്ടൺ ഉണ്ട്, സേവ്. ഓക്കെ, അങ്ങനെ ആ കുഞ്ഞ് ഷോർട്സിൻ്റേത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 മിനിറ്റിൻ്റെ ഒരു ഷോർട്സ് വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അത് ഇച്ചിരി വേഗത്തിൽ കാണിച്ചു തരാം കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റിങ്സ് ഒക്കെ പഠിച്ചല്ലോ. അടുത്തത് വൈറ്റി സ്റ്റുഡിയോ അല്ല, യൂട്യൂബ് എടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു 3 മിനിറ്റിൻ്റെ 2:27 ഉള്ളൊരു പാചകത്തിൻ്റെയാണ് കേട്ടോ. കണ്ടോ, ഇത് പാചകത്തിൻ്റെയാണ്. ഇത് ഡൺ കൊടുക്കുക. 3 മിനിറ്റിൻ്റെയാണ്. 3 മിനിറ്റിൻ്റെ വീഡിയോന് ആഡ് മ്യൂസിക് വന്നിട്ടില്ല. 3 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഒന്നുകിൽ ഓൺ വോയിസ് ചെയ്യുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ VN ഇൻഷൂട്ട് ഒക്കെ പോയിട്ട് ആപ്പിലുള്ള കുറച്ച് മ്യൂസിക്കുകളുണ്ട്. യൂട്യൂബ് അലോ ചെയ്തിരിക്കുന്ന കുറച്ച് കോപ്പി റൈറ്റിംഗ് ഇല്ലാത്ത മ്യൂസിക് ആഡ് ചെയ്തിട്ട് വെറുതെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഇതിന് ഒരു മ്യൂസിക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തന്നിട്ടില്ല. ഇത് 3 മിനിറ്റിൽ താഴെ ഉള്ളതാണ്. ടിക്ക് കൊടുക്കുക. ഇതേ കണ്ടോ, ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഞാൻ മൈദപ്പൊടി എടുക്കും. നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ കണ്ടോ ആ പിക്ചറിന്റെ അവിടെ ഒരു പെൻസിൽ പോലത്തെ അത് ക്ലിക്ക് ചെയ്തു. ഞാനപ്പോൾ അവിടെ എന്തെങ്കിലും ഏത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എൻ്റെ പൊന്നെ ഇത് ക്ലിക്ക് ചെയ്യണമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഇത് കൊടുത്തിട്ടല്ലോ നോക്കൊന്നുമില്ല, ചക്ക കൊടുക്കാം, ചക്ക പ്രേമികൾ ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചത്. കണ്ടോ, ഇങ്ങനെ ഓടി പോകുമ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ കാണാം. മനസ്സിലായോ? ഇത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്. ഞാനിപ്പോൾ ഇതിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതും കവർ ഫോട്ടോ ഒക്കെ ഇടുന്നതൊക്കെ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഓക്കെ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് ടിക്ക് ഉണ്ട്, ടിക്ക് ചെയ്തു. ഓക്കെ, ഇനിയൊരു ക്യാപ്ഷൻ ഇടണം. ചക്കയും ഈന്ത പഴവും ഒറ്റ മുക്കിൽ പൊരിച്ചു. ഇതിൽ രണ്ടും ഉണ്ടിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഹാഷ്ടാഗ് ഇടാൻ പോകുന്നത് ഇതൊരു ഫുഡാണ്, പിന്നെ ഇത് കുക്കിങ്ങുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കുക്കിംഗ് സെർച്ച് ചെയ്തു. ഓക്കെ, കുക്കിങ്ങിന് 1.7 കോടി വീഡിയോ ഉണ്ട്. അപ്പോൾ ഹാഷ്ടാഗ് ഇടുമ്പോൾ അത്രയും കുക്കിംഗ് ഇട്ടു. പിന്നെ ഞാൻ ഇട്ടത് ഫുഡാണ്, ഫുഡ് ഇട്ടു. അതിന് 4 കോടിക്ക് മേളിലുണ്ട്, അതും ഇട്ട്. ഇനി ഇതിൽ മലയാളത്തിൽ തന്നെ മംഗ്ലീഷിൽ തന്നെ ചക്കപ്പൊരി എന്ന് പറഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ചക്ക
ചക്ക റെസിപ്പി എന്ന് വേണമെങ്കിൽ നോക്കാം. ചക്ക റെസിപ്പി ഇതേ കിടക്കുന്നുണ്ട്. ചക്ക റെസിപ്പീസും ഉണ്ട്, ചക്ക റെസിപ്പിയും ഉണ്ട്. അതിൽ ഒരു 1000 മേലുള്ള വീഡിയോസ് ഉള്ളതുണ്ട്. ചക്ക റെസിപ്പി 450 വീഡിയോ. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് കിട്ടും. ഞാൻ അവിടെ വെച്ച് മതിയാക്കി. ബാക്കി ഞാൻ ഷെഡ്യൂൾ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നതുകൊണ്ടാണ്. ഞാനപ്പോൾ നേരത്തെ 23, ഇതിപ്പോൾ 24-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ദേ ഉച്ചയ്ക്ക് വരുമ്പോൾ PM ആണ്. അതൊക്കെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് സെലക്ട് ചെയ്ത് ബാക്കിലേക്ക് വന്നു. ലൊക്കേഷൻ എറണാകുളം. ഇത് ഇച്ചിരി സ്പീഡിൽ പോണ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഫുഡിൻ്റെ തന്നെ വീഡിയോ ഉണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ അതില്ല. അല്ലെങ്കിൽ അധികം വ്യൂ കയറാത്ത ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, ഒരുപാട് വ്യൂ ഇല്ല, കുഞ്ഞിച്ചിരിക്കോളം വ്യൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കയറുതേ. ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് കളരിക്ക് കൊടുക്കുക. അത് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുള്ള ഇട്ടിട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടു കേട്ടോ. അല്ല ഫുഡിൻ്റെ വീഡിയോ തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ടാഗ് പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കണ്ട. അലോ വീഡിയോ ഓഡിയോ മിക്സിങ് അതൊന്നും നോക്കണ്ട. ആൾട്ടർനേറ്റ് കണ്ടന്റ് നോ കൊടുക്കുക. കമൻറ്റ് ഓൺ ആണെന്ന് നോക്കുക. കഴിഞ്ഞല്ലോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരെ ചാടി ഇപ്പുറത്തേക്ക് വരിക. ഇപ്പുറത്തേക്ക് വന്നു. ആ സാധനം ഇവിടെ വന്നിട്ടില്ല. ഇത് ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും ഇത് തുറക്കുമ്പോൾ ഉണ്ടാവണേ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡാഷ്ബോർഡ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, അനലിറ്റിക്സ്. അപ്പോൾ കണ്ടന്റ് എടുക്കുക. ഞാൻ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് കണ്ടന്റ് എടുക്കുന്നത്. ഇവിടെ ഷെഡ്യൂൾഡ് എന്നുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കുക. നോക്കിയപ്പോൾ ഇതേ ചക്കയും ഈന്തപ്പഴവും ഒറ്റമുക്കിൽ പൊരിച്ചു. ഇതേ ഇവിടെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ ഈ 3 കുത്തുണ്ട്, അവിടെ കുത്തുക, എഡിറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇനിയിപ്പോൾ ആഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊണ്ടുപോയിട്ട് ട്രെൻഡിങ് ഇട്ടു, പിന്നെ വൈറൽ ഷോട്ട് ഇട്ടു, യൂട്യൂബർ ഇട്ടു, പിന്നെ യൂട്യൂബ് ഷോർട്സ് ഇട്ടു. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഇടാനായിട്ടില്ല. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. എല്ലാ സാധനങ്ങളും അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും എഴുതാത്തത്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ എന്തൊന്നാണ് വേറെ എന്തെങ്കിലും ഇടാം. ഓക്കെ, വൈറൽ ഷോർട്സ് ഇട്ടു, വൈറൽ ഷോർട്സ് ഇട്ടു. ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാം വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ടു. ഇവിടെ നിങ്ങൾ പോകുന്നു. ഇവിടെ ടാഗ് പ്രൊഡക്റ്റ്, എനിക്കിവിടെ പ്രൊഡക്റ്റുകളൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇതിൽ തംബ്നെയിൽ എന്ന് പറയുന്ന സംഭവം ഷോർട്സിനും ലോങ് വീഡിയോക്കും ഇടാൻ പറ്റും. അത് ഞാൻ വേണമെങ്കിൽ, ഇത് ഭയങ്കര ലോങ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇത് കഴിഞ്ഞല്ലോ. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് കഴിഞ്ഞു. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ലോങ് വീഡിയോ ഇടാനാണ്. ഇച്ചിരി ഫാസ്റ്റായിട്ട് പറയണത് ഭയങ്കര ലോങ് ആയി പോകുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നേരെ യൂട്യൂബ് തുറക്കുക. തുറന്നു. നമ്മുടെ അതേ ഹോം ഷോർട്സ് ആ പ്ലസ് സെലക്ട് ചെയ്യുക. ഇതേ ഷോർട്ടാണ് അവിടെ കിടക്കുന്നത്. വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ സെലക്ട് ചെയ്തു. ഞാനപ്പോൾ ചക്ക അട ഉണ്ടാക്കിയൊരു വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മാറ്റിയിട്ടാണ്. ഇത് കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ചു. ഹണി റോസിൻ്റെ ഇതൊക്കെ വന്നുകൊണ്ട് അതങ്ങനെ മുങ്ങിപ്പോയതാണ്. ഇവിടെ ചക്ക അട ഉണ്ടാക്കുന്ന വീഡിയോ ഒരെണ്ണമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ ഈ വായം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ചക്കടയുടെ വീഡിയോ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാട്ടെ. ഞാൻ പറയാൻ മറന്നേ. വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദേ ഒരു പെൻസിൽ കാണുന്നുണ്ടോ? ആ പെൻസിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്നത്, ഞാൻ ഇതിന് ഓൾറെഡി ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തംബ്നെയിൽ ഞാൻ അങ്ങ് ഇടുവാണ്. ആകാംഷിൻ്റെ അമ്മയുടെ സുഖിയൻ. ഇതപ്പോൾ ദേ ഫ്രെയിം അത്ര ഫുള്ളല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിപ്പത്തിലാക്കി. ഇതത്ര തംബ്നെയിൽ അത്ര സുഖകരമായിട്ടില്ല കേട്ടോ. ഞാനൊരു തൽക്കാലത്തേക്ക് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തംബ്നെയിലിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു കവർ ഫോട്ടോ വന്നു, ആകാംഷിൻ്റെ അമ്മയുടെ സുഖിയൻ. അപ്പോൾ ഞാനിതിനൊരു ക്യാപ്ഷൻ ഇടുമല്ലോ. ഇത് ആകാംഷിൻ്റെ എന്ന് നേരത്തെ എങ്ങനെ എഴുതിയത് ഞാൻ? ആകാംഷിൻ്റെ നമ്മൾ മലയാളികളല്ലേടാ. അപ്പം അതുകൊണ്ട് ആകാംഷിൻ്റെ സുഖിയനല്ല, ആകാംഷിൻ്റെ അല്ല, ഇത്
എൻ്റെ ചക്ക അട ആണ്. ഇതാണ് ഞാനെടുത്ത ക്യാപ്ഷൻ. ഇതിന് നമുക്ക് #ടാഗ് കൊടുക്കാം. എന്തൊക്കെ കൊടുക്കണം പറഞ്ഞേ? #ടാഗ് കൊടുക്കുമ്പോൾ കുക്കിംഗ് ആണ്, കുക്കിംഗ് ഇതിൻ്റെ കൊടുക്കാം. ഇതേ കുക്കിംഗ് വന്നു. ഇതൊരു ഫുഡ് ഐറ്റം ആണ്, ഫുഡിൻ്റെ ഇത് കൊടുത്തു. ഓക്കെ, ഇനി ഒരു വൈറൽ ഷോർട്ടല്ല, വൈറൽ വീഡിയോസ് സെലക്ട് ചെയ്യാം. കണ്ടോ, വൈറൽ വീഡിയോ സെലക്ട് ചെയ്യാം. ഇനി യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. യൂട്യൂബ് ഷോർട്സ് അല്ല, യൂട്യൂബ് വീഡിയോ സെലക്ട് ചെയ്യാം. ഇത്രയും മതി, ഒരു 2-3 എണ്ണം. അത് കഴിഞ്ഞിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അതെ മൈദ കണ്ടോ, മൈദ 1 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലൊന്നും ഇടണില്ല, കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ ചുമ്മാ #ടാഗുകൾ കൊടുത്തു പോകുന്നുള്ളൂ. യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോസ് ആണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ യൂട്യൂബർ എന്ന് കൊടുത്തിട്ടുണ്ട്, ട്രെൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ #ടാഗ് ഇട്ടിട്ട് യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറൽ വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വ്ളോഗാണല്ലോ ഇത്, കുക്കിംഗ് ഇതാണെങ്കിൽ. അപ്പോൾ ഒരു മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു വ്ളോഗറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്ളോഗ് എന്നുള്ളതും കൂടി സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ മനസ്സിൽ വരുന്നത് അതൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്ക് അടിച്ചു. ഇനിയിപ്പോൾ ഇത് പബ്ലിക് ആക്കുന്നില്ല, ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിത് 23-ാം തീയതി വൈകുന്നേരങ്ങളിലാണ് ലോങ് വീഡിയോ കൊടുക്കാൻ നല്ലത്. കാരണം വൈകുന്നേരങ്ങളിലാണ് ആളുകൾ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അപ്പോഴേ ഈ ലോങ് വീഡിയോ കാണുന്ന സമയം കാണുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോർട്സ് ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത്. അവർക്ക് അത്രയും സമയമുള്ളൂ. അപ്പോൾ 6:30 PM ഞാനിത് ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ് തിരിച്ചു വന്നു, ലൊക്കേഷൻ കൊടുക്കുക എറണാകുളം. ഇപ്പം തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇനി ഡൗട്ട് വെച്ച് ഒറ്റ കുത്തുവെച്ചിരും കേട്ടോ. ആൾട്ടർനേറ്റീവ് കണ്ടന്റ് ഉണ്ടോ? ഇല്ല, നോ. പിന്നെ വേറൊന്നുമില്ല, കമൻസ് ഓണാണ്, എല്ലാം ഓക്കെ ആണ്. അപ്പം ഇത്രയാണ് ആകാംക്ഷൻ്റെ അമ്മയുടെ സുഖിയൻ. ഓക്കെ, അപ്പോൾ അപ്ലോഡ് കൊടുത്തു. ഓക്കെ, അവിടെ ഇങ്ങനെ ഡൗൺലോഡ് കാണിക്കുവാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ചില വീഡിയോസ് ഭയങ്കര ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണെങ്കിൽ HD ക്വാളിറ്റി, അതിനൊക്കെ ഒരു സമയം എടുക്കും. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ചേച്ചി 4 മണിക്കൂറായിട്ട് അപ്ലോഡിങ് കാണുവാണ് ചേച്ചി അങ്ങനെ. അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കുക, ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ. ഞാൻ എല്ലാവരോടും പറയുന്നത്, ലോങ് വീഡിയോ നിങ്ങൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ ഷെഡ്യൂൾ ചെയ്തിടുക. പെട്ടെന്ന് ചിലത് പബ്ലിഷ് ആയി കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് സഡനായിട്ട് ചിലപ്പോൾ അത് പബ്ലിഷ് ആവണമെന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്തിടുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പബ്ലിഷ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. ഇപ്പോൾ ഷെഡ്യൂൾ എഴുതുന്നവരാണെങ്കിൽ തലേദിവസം ചെയ്തിടുക, അല്ലെങ്കിൽ രാവിലെ ചെയ്യുക വൈകുന്നേരമുള്ള വീഡിയോ. അപ്പോൾ അത് കറങ്ങി പിന്നെ നെറ്റൊക്കെ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം അതിൻ്റെ ഒരു ലേറ്റ്, പിന്നെ ഒരുപാട് ക്വാളിറ്റി ഉള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു സാവകാശം അതിന് കൊടുക്കണം. അപ്പോൾ അല്ലാതെ വേറെ എററുകളൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് ഇനി ഡാഷ്ബോർഡിൻ്റെ ഇവിടെ ഉണ്ട് കണ്ടന്റ്. അവിടെ പോയി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഷെഡ്യൂളിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ ചക്കയും ഈന്തപ്പഴവും ഒറ്റമുക്കിൽ പൊരിച്ചതൊക്കെ അവിടെ ഡൗൺലോഡ് അങ്ങ് ആയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇത് ആകാംക്ഷൻ്റെ അല്ല. ഓക്കെ, ആ 3 കുക്കിൽ ക്ലിക്ക് ചെയ്തു, എഡിറ്റ് ചെയ്തു. ഇനി ഇവിടെ ചെയ്യാനായിട്ടുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് തംബ്നെയിൽ മാറ്റാം. ഇത് വേണ്ട, വേറെ തംബ്നെയിൽ മാറ്റണമെങ്കിൽ ആ പെൻസിലിൽ കുത്തിയ മാറ്റാം. ഇവിടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ടാഗ്സ് ആൻഡ് ഷോർട്സ് ഉണ്ട്, അവിടെ ചെയ്യുക. അലോ എംബഡിങ് ക്ലിക്ക് മാറ്റുക. പിന്നെ ഞാൻ നേരത്തെ വരെ #ടാഗ് ഇടാതെ എന്ത് പേരിലായിരിക്കും നമ്മുടെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് അങ്ങ് ഇങ്ങനെ പേരടിക്കുക, കോമ ഇടുമ്പോൾ അതങ്ങനെ സെലക്ട് ആയിക്കോളും കേട്ടോ. പിന്നെ സാറ കുക്കിംഗ് അതൊക്കെ ഇത് ചെയ്യാനായിട്ട് ചാൻസ് കുറവാണ്. സാറ കുക്കിംഗ് കോമ ഇടുക. അപ്പോൾ അങ്ങനെയായി. ബാക്കിയൊന്നും വേണ്ട. പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് എന്നുള്ളത് നമ്മൾ ക്രോമിൽ പോയിട്ട് YT സ്റ്റുഡിയോയിൽ സെലക്ട് ചെയ്തിട്ടാൽ അതങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇരുന്നുള്ളൂ. ഞാനപ്പോൾ അതിങ്ങനെ മാറ്റി കൊടുക്കാറില്ല, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഇവിടെ ഓണാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്ക് അടിക്കുക, എല്ലാം ഓക്കെ ആയി. സേവ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയായല്ലോ നമ്മളുടെ മറ്റേ
ചക്കയും ഈന്തപ്പഴവും ഒറ്റ മുക്കിൽ പൊരിച്ചത് എഡിറ്റ്. ചുമ്മാ കുത്തി നോക്കിയതാണ്, ഇവിടെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, തിരിച്ചു പോകുന്നു. ഇനി അവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ പുതിയ വീഡിയോ ഞാൻ ഇട്ടത് 2 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ മൊബൈൽ ഡാറ്റയിലാണ്, ഞാൻ ഈ കാറിൻ്റെ അകത്തിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്, വീട്ടിലിരുന്നിട്ടല്ല. അപ്പോൾ 2 മണിക്കൂർ. അതേസമയം വൈഫൈയിൽ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇത് അപ്ലോഡ് ആകും. അപ്പോൾ ഓരോ നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ ടെൻഷൻ ആകരുത്. അങ്ങനെ സ്ലോ കാണിക്കണമെങ്കിൽ നേരെ ഈ 3 കുത്തി പോയിട്ട് എഡിറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ഉറപ്പ് വരുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പിൽ ഇതേ ഇവിടെ പെൻഡിങ് വിസിബിലിറ്റി കണ്ടോ, ഇവിടെ പോയിട്ട് നമ്മൾ സമയമോ കാലമോ ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ടെൻഷൻ വേണ്ടല്ലോ, ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളതായിരുന്നു ചേച്ചി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഇതാണ്, ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ തംബ്നെയിലും ഈ ലോങ് വീഡിയോന് തംബ്നെയിൽ ഇടുന്നതും മറ്റേ ഷോർട്സിന് തംബ്നെയിൽ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു 10 കമൻറ്റ് വന്നാലും ഞാനത് ചെയ്യും. കാരണം 10 പേരെങ്കിൽ 10 പേര്, ആ 10 പേര് നന്നായാൽ 10 പേരെ കുടുംബം കൂടി നന്നാവണല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഭയങ്കര ഹൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ജിജോൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. ജിജോ എങ്ങനെയാണെന്നാലും എത്ര മണ്ടത്തരമാണെങ്കിലും അവൻ ഒരു നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ബോധക്കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി തന്നിരിക്കുന്നവൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടത് ചക്കയും മാങ്ങയുടെയൊക്കെ, ഇതൊക്കെ കണ്ടോളണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. തംബ്നെയിൽ വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ അതും സമയമെടുത്ത് എപ്പോഴേലൊക്കെ ചെയ്തു തരാം. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നു, എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.